നമ്മളിപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ കുത്തുബയിൽ ഉണ്ടായിരുന്നൊരു പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അതായത് ഇപ്പൊ നമ്മൾ ജിന്ന് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് ഈ ജിന്ന് അബോധ്യമായിട്ട് നമ്മൾ സഹായിക്കില്ല എന്നുള്ളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് ഒരു വിഭാഗം ആൾക്കാർ അതിൽ പിരിഞ്ഞുപോയി വേറെ സംഘടന ഉണ്ടാക്കി ഇന്റർനാഷണൽ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ ഹംസക്ക പിന്നെ അതിൻ്റെ ഇടയിൽ ജിന്ന് അബോധികമായി സഹായിക്കില്ല എന്നൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജിന്ന് അബോധികമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സഹായമോ ഉപദ്രവമോ ജിന്നുകൾക്ക് സാധ്യമല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതാണ് യഥാർത്ഥ മുജാഹിദുകളുടെ വിശ്വാസം. ഓക്കെ, ഏതായാലും നിങ്ങൾ ചോദ്യം ചോദിക്കുക, നമുക്കത് കേൾക്കാം. ഇപ്പൊ നമ്മളിൽ തന്നെ പെട്ട അൻസാർ നന്മണ്ടയുടെ ഒരു സംസാരം വന്നിട്ടുണ്ട്. അദ്ദേഹം കുത്തുബയില് ജിന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള ഒരു പരാമർശം നടത്തി. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ വന്നു കഴിച്ചു പറഞ്ഞു, അതായത് ഞങ്ങളുടെ ജമിയത്ത് ഉലമയുടെ പ്രകാരം അത് ഞാൻ പറഞ്ഞ് തെറ്റായി പോയി, അത് ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് അതിന്റെ യഥാർത്ഥം എന്നുള്ള ഒരു വ്യക്തിയുടെ പരാമർശിക്കുന്നുണ്ടായി. അത് എടുത്തു പറഞ്ഞു കഴിച്ച് മർക്കസ് ദാവയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ കുത്തുബയില് അല്ലെങ്കിൽ മിംബ്രമേല് അതിനെ കുറിച്ചും കഴിച്ച് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യക്തത എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഹംസക്കന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. കേരളകാരനായ അൻസാർ നന്മണ്ട ഒരു ജുമാ ഖുതുബയിൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല, മനുഷ്യ മനസ്സിൽ വസ്വാസം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത് തൊട്ടടുത്ത ദിവസം കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ തന്നെ വിളിച്ച് ഉപദേശിച്ചു. അങ്ങനെ ഞാനത് തിരുത്തി. ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും, പിന്നെ വസ്വാസം മാത്രമല്ല ഉണ്ടാക്കുക, അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള തെറ്റാണ് എന്ന രൂപത്തിൽ അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തു. അപ്പോൾ അതെടുത്തു വെച്ചുകൊണ്ട് മർക്കസുദ്ദ വിഭാഗം ജുമാ ഖുതുബകളിലും മറ്റുമൊക്കെ പിന്നെ അതെടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്ത്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നാണ് ചോദ്യകർത്താവായ ഹംസക്കൻ്റെ ചോദ്യം. അതിന് അനസ് മുസ്ലിയാരുടെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളിലും ചില വ്യക്തതകൾ വരുന്നുണ്ട്. അത് നമുക്ക് അദ്ദേഹം എങ്ങോട്ടൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്, ചില സൂചനകളും ഒക്കെ ആ സംസാരത്തിൽ നമുക്ക് നേലിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം അനസ് മുസ്ലിയാർ പറയും. അതിനു മുമ്പ് നമ്മൾ ചില പ്രാഥമികമായ കാര്യം പറയാണ്. ആർക്കെങ്കിലും തെറ്റ് പറ്റിയാൽ അങ്ങോട്ട് തിരുത്തുക, മനസ്സിലായില്ലേ? അല്ലാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ അൻസാർ നന്മണ്ട പറയുന്നത് പോലെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ട് പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അനസ് മുസ്ലിയാരുടെ പ്രാഥമികമായ കാര്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ചോദ്യം മനസ്സിലായില്ല. അതായത് ഇപ്പോൾ നമുക്കിടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കേട്ടിട്ടില്ല, പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ തന്നെ ആണെങ്കിൽ പറയണട്ടോ, അല്ലെങ്കിൽ പറഞ്ഞാൽ. അൻസാർ നന്മണ്ട പണ്ട് മർക്കസുദ്ദാവെന്ന് പഠിച്ചത് KNM-ന്റെ മെമ്പറിൽ പ്രസംഗിച്ചു. അത് നേതൃത്വം ജയജയിൻ്റെ പണ്ഡിതന്മാരിൽ ആരോ വിളിച്ച് ഉപദേശിച്ചു, അദ്ദേഹം തിരുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല, പക്ഷെ അതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം. അതിന് അനസിന് ചില വിഷയങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. സംഘടനക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുണ്ട്, അതിലേക്ക് ചില സൂചനകൾ നൽകണം. അപ്പോൾ അതേ അൻസാർ നന്മണ്ട പറഞ്ഞ അതേ കാര്യം അത് ഹുസൈൻ മടവൂര് നമ്മുടെ ബുസ്താനുൽ ഉലൂമിൽ പോയിട്ട് അനസിൻ്റെ കോട്ടയിൽ പോയിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസ് നിഷേധം ശക്തമായി, പ്രമാണ നിഷേധം ശക്തമായി പിന്നെ അരക്കെട്ടുറപ്പിക്കുകയാണ് KNM-ൽ. ആ വിവാദത്തിനിടയിലാണ് ഇദ്ദേഹത്തിന് ഈ വിഷയത്തിലേക്ക് ചില സൂചനകൾ നൽകി സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം ഇനി ആ വിഷയത്തെ ഈ സംഘടനാ വിവാദത്തിൻ്റെ ആദ്യകാലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. അതായത് ഇപ്പോൾ നമുക്കിടയിൽ ഉള്ള കുറേ കാലമായി നിൽക്കുന്ന കുറേ ചർച്ചകളുണ്ട്, മുജാഹിദുകളായ ആളുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ. അതിലൊരു സംഘം ആളുകൾ ജിന്നുകളോട് സഹായം തേടുന്ന വിഷയം, അതുപോലെ തന്നെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാറി വിസ്റ്റം വിഭാഗം എന്ന് പറയുന്ന സംഘം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ കുത്താൻ കിട്ടുന്ന അവസരങ്ങളില്ലെങ്കിൽ അവസരമുണ്ടാക്കി കുത്തുന്ന അനസ് കിട്ടിയ ഈ അവസരവും ഒന്നും അവിടെ ഉപയോഗപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടെ ജിന്നിനോട് വിളിച്ച് സഹായം തേടലും അതല്ലെങ്കിൽ പിന്നെ മന്ത്രവാദമൊന്നുമല്ല നമ്മുടെ പ്രശ്നം. കേരള നദവത്തുൽ മുജാഹിദീൻ പണ്ട് മടവൂരികളുമായി പറഞ്ഞിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വാദം എന്താണോ അതിൽ നിന്ന് ഭിന്നമായ ഒരു നിലപാടും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അന്ന് മടവൂരികളോട് നമ്മൾ എങ്ങനെയാണോ മറുപടി കൊടുത്തത് അതേ രൂപത്തിലാണ് ഇന്ന് KNM-നോട് നമുക്ക് മറുപടി തരാനുള്ളത്. കാരണം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണ് മാറിയത്? നവമടവൂരികൾ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ പറയുന്നത്?
മടവൂരികൾ അലിമദനിയും കരിമ്പിലാക്കലും പിന്നെ മൻസൂർ അലി ചമ്മാടും ഒക്കെ പറഞ്ഞ തൗഹീദ് സലാം സുല്ലമിയിൽ നിന്ന് കടമെടുത്തത് കൊണ്ടാണ് നമുക്ക് കേരള നദവത്തുൽ മുജാഹിദിനുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത്. അതിന് അവർ നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അദൃശ്യം, അബൗദികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ അട്ടിമറിച്ചുകൊണ്ട് മടവൂരികളുടെ അക്കീദ സ്വീകരിച്ചതാണ് നമുക്ക് അതുമായി ഉൾക്കൊള്ളുവാനും പൊരുത്തപ്പെടാനും സാധിക്കാത്തത്. അതിൻ്റെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ദുരുപയോഗം ചെയ്ത് അതിൽ ഷിർക്കുണ്ട് എന്ന് സമർത്ഥിച്ചപ്പോൾ പണ്ട് ഷിർക്കില്ല എന്ന് പറഞ്ഞ അനസ് പിന്നീട് അത് ഷിർക്കാണെന്ന് പറയുന്നതിനനുസരിച്ച് മാറ്റി പറയാൻ തൽക്കാലം മുജാഹിദുകൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ഒരു സംഘടനയും ഓർഗനൈസേഷനുമായി സത്യം വെട്ടിത്തുറന്ന് പറയുന്ന യഥാർത്ഥ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഒരു സംഘടനയായി മാറി നിൽക്കേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇപ്പോ ജിന്നുമായി ബന്ധപ്പെട്ട് അൻസാർ നന്മണ്ട എന്ന് പറയുന്ന പണ്ഡിതൻ നടത്തിയ ഒരു പരാമർശം, അദ്ദേഹം ആദ്യം ഒരു കാര്യം പറയുകയും പിന്നീട് ജമിയത്തുൽ ഉലമ തിരുത്തി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. അതങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അൻസാർ നന്മണ്ടന്റെ കാര്യം എത്തിയപ്പോൾ മൂപ്പർക്ക് അത് മുമ്പൊരു കാര്യം പറഞ്ഞു, പിന്നീട് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ ലഘൂകരിച്ച് അങ്ങ് പോവാണ്. എന്താ അൻസാർ നന്മണ്ട പറഞ്ഞത്, എന്താ അൻസാർ നന്മണ്ട മാറ്റി പറഞ്ഞത്, അതൊന്നും മൂപ്പർക്ക് പറയാനൊരു ജാള്യത. ഏതായിരുന്നാലും ആയിക്കോട്ടെ, അദ്ദേഹം പറയട്ടെ. അതെന്താണ് എന്നുള്ളതാണ് അതിന്റെ വിശദീകരണമാണ്, എക്സ്പ്ലെയിൻ ആണ് ചോദിച്ചത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ബാക്കിയുള്ള കക്ഷിത്വം, സംഘടന പക്ഷപാതിത്വത്തിന് അപ്പുറം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അൻസാർ നന്മണ്ടയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇദ്ദേഹം ഈ വിഷയത്തെ മറ്റു പല തലങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അൻസാർ നന്മണ്ട എന്തൊരു ഹദീസ് നിഷേധമാണോ പറഞ്ഞത് അതേ ഹദീസ് നിഷേധം ആർക്കുണ്ട്? ഇവരുടെ തലതൊട്ടപ്പനായ ഹുസൈൻ മടവൂരിനുണ്ട്. ഹുസൈൻ മടവൂരിനും ഇതേ നിലപാടാണ്. ഈ ഹദീസ് നിഷേധാത്മകമായ വീക്ഷണം വെച്ചു പുലർത്തുന്ന വ്യക്തിയാണ് ഹുസൈൻ മടവൂരും. അത് പരസ്യമായി പറയാൻ അനസ് മുസ്ലിയാർക്ക് ആർജവമില്ല. അപ്പോൾ ഇനി ഈ വിഷയത്തെ ആളുകളിലേക്ക് പതുക്കെ പറഞ്ഞ് ഈ വിഷയത്തിന്റെ തുടക്കവും ആ തുടക്കത്തിൽ ഇതിന്റെ കാരണക്കാരനാണെന്നും ഇതെങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ ഈ പിളർപ്പ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു കാരണക്കാരനെ പതുക്കെ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നു. അതൊക്കെ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു പോവുകയാണ്. ആ വ്യക്തി ആരാണ് എന്നത് പരസ്യമായി ഇപ്പൊ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്ന അർത്ഥത്തിലാണ് അനസ് മുസ്ലിയാർ ഇനിയുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഒന്നെന്ന് വെച്ചാൽ ഈ ജിന്ന്, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ആത്യന്തികമായി മനുഷ്യന്റെ ശത്രുവാണ്. അപ്പൊ ജിന്നെന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്യന്തികമായ ശത്രുവാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. അനസ് മുസ്ലിയാർ പറഞ്ഞോടുകൂടി അനസ് മുസ്ലിയാർ പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത് മനസ്സിലായത്. ഇതാണ് ഇപ്പോൾ അൻസാർ നന്മണ്ട തിരുത്തിയ വിഷയവുമായി ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ആത്യന്തികമായ ശത്രുവാണ്. അത് മനുഷ്യനുമായി ഇണങ്ങൂല. അത് നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന പെറ്റ്സ് അണങ്ങണ മാതിരി അണങ്ങണ ഒരു സാധനമല്ല എന്നാണ് ഇപ്പോൾ അനസ് പറയുന്നത്. ഓക്കെ, അത് ശരിയാട്ടോ, നമ്മളതിനൊന്നും കളിയാക്കില്ല, പരിഹസിക്കില്ല. സംഗതി വളരെ വ്യക്തമാണ്. നമ്മളുടെ കൈകൾ കൊണ്ട് അണക്കാൻ പറ്റുന്ന ഒരു വർഗമല്ല ഈ ചെകുത്താനും പിശാചി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അത് അനസ് മുസ്ലിയാർ പറഞ്ഞു ശരിയാണ്. പക്ഷെ അനസാർ നന്മണ്ടന്റെ വിഷയം പറയാൻ എന്തിനാണ് ഇത് ഇവിടെ പറയുന്നതെന്നാണ് നമ്മളുടെ ചോദ്യം. മനുഷ്യന്റെ ശത്രുവാണ് എന്നുവെച്ചാൽ ഒരു തരത്തിലും മനുഷ്യനോട്, മനുഷ്യവർഗത്തോട് ഇണങ്ങാത്ത ഒരു വർഗമാണ് ജിന്ന് വിഭാഗം എന്ന് പറയുന്ന വിഭാഗം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 10-20 വർഷക്കാലം, ഏതാണ്ട് 2002 മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ 2000 മുതൽ നമുക്കിടയിലുണ്ടായ അല്ലെങ്കിൽ മുജാഹിദുകൾക്കിടയിലുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജിന്ന് വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പിസങ്ങൾ ഉണ്ടായി. കേട്ടല്ലോ സഹോദരന്മാരെ, ഇത് 2002 മൂപ്പര് പോവാണ്, 2000 പോവാണ് മൂപ്പര്. എന്തിനാ അത് കൊണ്ടുപോകുന്നത്? അതിന്റെ പിന്നിലൊരു മൂപ്പർക്ക് ഒരു മുറാദ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അനസ് മുസ്ലിയാരുടെ ശൈലിയും സ്വഭാവവും പ്രസംഗവും ഒക്കെ കേട്ട് അനുഭവസ്ഥർ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അന്ന് 2002 ഈ പ്രസ്ഥാനം പിളരാൻ കാരണക്കാരനാരായിരുന്നു? ആ കാരണക്കാരൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ എന്തായിരുന്നു? ആ കാരണക്കാരൻ ഈ പ്രസ്ഥാനത്തെ പിളർത്തിയിട്ട് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാടിസ്ഥാനത്തിൽ, ലോകാടിസ്ഥാനത്തിൽ പിളർത്തി എന്നൊക്കെ അനസ് മുസ്ലിയാർ പറയുന്നുണ്ട്. അത് വരുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിന് പറയുന്നതിന്റെ മുന്നിൽ ഒരു മുറാദുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാൻ അവസരത്തിനൊത്ത്
മനസ്സിലായോ? ആദ്യം നമ്മൾ അതിന്റെ റിയാലിറ്റിയാണ് മനസ്സിലാക്കണം. ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷിത്വവും മറ്റു സംഗതികളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിന്റെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മളൊന്ന് പുറത്ത് നിന്നിട്ട് നോക്കുക. ഏതാണ്ട് 2000 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇടയിൽ, അഥവാ ഈ തൗഹീദ് പറയുന്ന, സുന്നത്ത് വാദിക്കുന്ന, അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു വിവാദം രൂപപ്പെട്ടു വരികയാണ്. ഈ വിവാദം രൂപപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ പിളർത്തിക്കൊണ്ടാണ് അത് പോകുന്നത്, അല്ലാതെ അടുപ്പിച്ചുകൊണ്ടല്ല. അപ്പൊ അൻസാർ നന്മണ്ടന്റെ വിഷയം പറഞ്ഞപ്പോ ഇദ്ദേഹം നേരെ കൊണ്ടുപോയത് 2000-ലേക്കാണ്. 2000-ലെ പിളർപ്പിന് കാരണമായ കാര്യം, ഈ ജിന്ന് വിവാദം രൂപപ്പെട്ടു വരുന്നത് 2000-ലാണ്, അതിന്റെ ബീജം നട്ടത് ആ കാലഘട്ടത്തിലാണ് എന്ന് അനസ് മുസ്ലിയാർ സൂചിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹം പറയട്ടെ. കീറിക്കൊണ്ടാ പോണേ, നടുവെ മുറിച്ചുകൊണ്ടാണ് ആ വിവാദം പോണത്. അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ച് നമ്മൾ കരുതുക, നമ്മൾ സ്വാഭാവികമായിട്ടും ഞാനിത് ഏതാണ്ട് 10-22 വർഷമായി പഠിക്കുന്ന ഒരാളാണ് ഈ രംഗത്ത് നിന്ന്. അത് വെറുതെ വഴി നോക്കി പഠിക്കില്ല, സംവദിച്ചും തർക്കിച്ചും ബഹളം വെച്ചും ഒക്കെ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലായ, എനിക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ ഈ ജിന്ന് വിവാദങ്ങളും അതുപോലെ തന്നെ സിഹിർ വിവാദങ്ങളും ഒക്കെ ഈ പറയുന്ന 2000-2020 കാലഘട്ടം മുതൽ കടന്നു വന്ന് സലഫികളെ പിളർത്തി പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കരുതുന്നത് ഇത് കേരളത്തിന്റെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പ്, ജിന്ന് വിവാദം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ പോലെ ഒരു പ്രദേശത്തെ 2 പ്രദേശങ്ങളാക്കി അതിനെ നടുക പിളർത്തി കീറി മുറിച്ചു കൊണ്ട് പോകുന്നത് പോലെയാണ് ഇന്ന് ജിന്ന് വിവാദം ഇസ്ലാഹി പ്രസ്ഥാനത്തെ മുറിച്ചു കൊണ്ടുപോകുന്നത്. 2002-ലും 2012-ലും 2026-ലും ഇനിയിപ്പോൾ ഒരു പിളർപ്പിലേക്ക് ഇങ്ങനെ വഴി ഒരുങ്ങാണ്. കാരണം ഹുസൈൻ മടവൂർ ഇവിടെ ഉണ്ട്. കാരണം ഈ ലോകാടിസ്ഥാനത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തി ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കേണ്ട അതൊരു കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രതിഭാസമാണ് അല്ല. ലോകാടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ബന്ധമുള്ള ഒരു മഹാൻ നമ്മുടെ നേതൃനിരയിൽ ഇപ്പോഴുണ്ട്. അതാണ് ഇന്ന് ഈ അൻസാർ നന്മണ്ട തിരുത്തിയത് കൊണ്ടൊന്നും ഇത് തീരൂല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഈ ഇതേ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി നമ്മുടെ നേതാവാണ്. അതുകൊണ്ട് ആ നേതാവിനെ പച്ചക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പച്ചക്ക് പറഞ്ഞാൽ അനസ് മുസ്ലിയാർ ഔട്ടാകും. അപ്പൊ അതിനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം മൂപ്പര് ഇങ്ങനെ ആളുകൾക്കിടയിൽ ഇങ്ങനെ വ്യംഗ്യമായി സൂചിപ്പിച്ച് ഈ വിവാദം രണ്ടാമത് കുത്തിപ്പൊക്കി അത് രണ്ടാമത്തെ ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് ആളുകളിലേക്ക് ഈ മെസ്സേജ് കൊടുത്ത് ആളുകളെ പതുക്കെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അത് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അത് ഇനിയും ഉണ്ടാകും, അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇത് ലോകാടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിഭാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു ജനങ്ങളിലേക്ക് ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് അനസ് മുസ്ലിയാരുടെ സംസാരം പോകുന്നത്. നമുക്കിടയിൽ എന്തോ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ നമ്മൾ തമ്മിൽ എന്തെടുക്കുന്നുണ്ട്, ഇങ്ങനെ ഈ വിവാദം പറഞ്ഞ് ഇത് പൊളിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഒരിക്കലുമല്ല. 2002-ൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടായി, അത് കടന്നുപോയി. നമ്മൾ ആ സമയത്ത് ലോകത്ത് എവിടെയൊക്കെ സലഫികൾ ഉണ്ട് എന്ന് നോക്കിക്കോ. ആ ലോകത്തുള്ള സലഫി ഓർഗനൈസേഷനുകൾ അഥവാ സംഘടനകൾ എവിടെയൊക്കെ ഉണ്ടായോ ലോകത്ത്, അവിടെയൊക്കെ പിളർന്നുപോയി. ഒരേ ടൈം, ഒറ്റ സമയത്ത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ വിചാരിച്ചത് കേരളത്തിൽ മാത്രമാണ്, അല്ല, ഓൾ ഇന്ത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അഹ്ലെ ഹദീസ് സെയിം ടൈമിൽ പിളർന്നു. അപ്പോ സഹോദരന്മാരെ, ഇപ്പോൾ ഉള്ള ഈ വിവാദം, അൻസാർ നന്മണ്ടയുടെ ഈ വിവാദത്തെ ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി 2002-ലെ പിളർപ്പുമായി കൂട്ടിക്കൊളുത്തി അന്നത്തെ കാരണക്കാരൻ ഇദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തെ പിളർത്തുകയും ലോകാടിസ്ഥാനത്തിൽ പിളർത്തുകയും ഇന്ത്യയിൽ അത് അഹ്ലെ ഹദീസിന്റെ പേരും പറഞ്ഞ് ഒരു അഖിലേന്ത്യ പിളർപ്പിന്റെ നേതാവൊക്കെ ആയി നമ്മുടെ അബ്ദുറഹ്മാൻ അൽ ഖിൽജിനൊക്കെ കൂട്ടുപിടിച്ച് ഇദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവായി രംഗത്ത് വന്നതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ഇനിയും ഈ വിവാദം ഇപ്പോൾ അത് ഉണ്ടാകുന്നതിന്റെ കാരണമെന്ത് എന്ന് നിങ്ങളെല്ലാവരും പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ ഈ വിഷയത്തിൽ ഇനിയും ഇപ്പോൾ ഒരു വിവാദം നമ്മൾ രണ്ടാമത് വരുമ്പോൾ അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം ഞങ്ങളോടൊപ്പം എന്നതിലേക്കുള്ള സൂചന നൽകുകയാണ്. ഏതായിരുന്നാലും അന്നത്തെ ആ സംഭവം എന്തായിരുന്നു എന്ന് നമ്മുടെ അനീഫ് കായക്കൂടി ഒന്ന് പറയട്ടെ. തൽക്കാലം അത് കേട്ടുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. പണ്ട് ചില ആളുകൾ അങ്ങനെയാണ്, ചിലരെ മഹാന്മാരാക്കാൻ വേണ്ടി ചില പദവിയൊക്കെ കൊടുത്തിരുത്തും. ഇയാൾ ഇവിടുന്ന് ആ അഖിലേന്ത്യ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അവിടെ എത്തിയപ്പോ അഖിലേന്ത്യയിൽ എന്താ ഉള്ളത്? ഒരു കുന്തവും കാണാനില്ല. കുറെ തൊപ്പിയും വലിയ കുപ്പായോട്ട ആൾക്കാരുണ്ട്. അയാൾ പറയണേ ഇയാൾക്ക് മനസ്സിലാവില്ല, ഇയാൾ പറയണേ അവർക്ക് മനസ്സിലാവില്ല. അക്കോലത്തിലായപ്പോ ഇങ്ങനെ എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പാലമുറിഞ്ഞ യക്ഷിയെ പോലെ കേന്ദ്രമില്ലാതെ ഇരിക്കാൻ സ്ഥലമില്ലാതെ തെണ്ടി നടക്കുകയായിരുന്നു മടവൂർ. അങ്ങനെ ആരെയൊക്കെ പിടിച്ചൊരു ഐക്യ ചർച്ചയ്ക്ക് വന്നത്. എന്നാൽ ഐക്യ ചർച്ചയുടെ ഒന്നാമത്തെ
നിബന്ധനയായി മടവൂരിൽ വെക്കണമായിരുന്നല്ലോ. ഇതാ ജിന്ന്, പിശാജ്, സിഹർ വിഷയത്തിൽ ഇവർ കുഫറിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത്, ശിർക്കിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത്. അതിവർ തിരുത്തണം, എന്നാലേ ഇവരുമായി ഐക്യത്തിൽ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് എവിടെയെങ്കിലും ഒരു വാദം ഹുസൈൻ മടവൂർ എഴുതിയതായി ഒന്നിവിടെ വായിക്കാൻ പ്രിയപ്പെട്ട മടവൂരികളെ നിങ്ങൾക്ക് കഴിയോ? പ്രിയപ്പെട്ട നവമടവൂരികളെ നിങ്ങൾക്ക് കഴിയോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചാൽ ഹനീഫ് കായക്കൊടി നിങ്ങൾ എന്ത് മറുപടി പറയും? ഇന്നലെ പുളിക്കൽ വെച്ച് ചോദിച്ചിട്ട് ഹുസൈൻ മടവൂരിനെ പറ്റി മിണ്ടാൻ സാധിച്ചില്ലല്ലോ. വേണ്ട, അല്ലെങ്കിൽ മടവൂര് വന്നിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന് മധ്യസ്ഥനോട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാൻ മടവൂര് തയ്യാറാവോ? എന്തേ പറയാതിരുന്നത്? കുറെ കാലായാലോ നിങ്ങൾ ഇത് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കേട്ടല്ലോ സഹോദരന്മാരെ, ഈ കോലത്തിൽ ഹുസൈൻ മടവൂരിനെ പറ്റി പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി സഹോദരന്മാരെ. ഇങ്ങനെയൊക്കെ സംസാരിച്ച ഹനീഫ് കായക്കൊടി ആദർശപരമായി അങ്ങേയറ്റത്തെ ആദർശ വ്യതിയാനത്തിലാണ് ഹുസൈൻ മടവൂരുള്ളത് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന ഹനീഫ് കായക്കൊടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവാരാ? ഈ ഹുസൈൻ മടവൂരിനെ തൻ്റെ നേതാവായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ ആദർശം പണയപ്പെടുത്തിയപ്പോൾ ആദർശം വെട്ടിത്തുറന്ന് പറയാൻ കഴിയാതെ ശ്വാസം മുട്ടുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് ഇന്ന് ഈ ഹനീഫ് കായക്കൊടിയെ പോലുള്ള ആളുകൾക്ക് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുളിക്കൽ നടന്ന മുഖാമുഖത്തിൽ ഒരു സുഹൃത്ത് ജാബിർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഹുസൈൻ മടവൂരിനെ പറ്റി ചോദിച്ചിട്ട് ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെ ജമിയത്തുൽ ഉലമയുടെ പുസ്തകം വായിച്ച് പതുക്കെ തടിയൂരുകയാണ് ടിയാൻ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നിലയ്ക്ക് നമുക്ക് ഇവരുടെ ഓരോ വാദഗതികളും നിലപാടുകളും ഇനിയും അത് പോകുന്നത് ഒരു പിളർപ്പിലേക്കാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.